ലഹരി കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിച്ച SIയെ മാറ്റാൻ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന ആരോപണം. കോഴിക്കോട് പന്നിയങ്കര SI കിരൺകുമാറിനെ സ്ഥലം മാറ്റരുത് എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഭീമഹർജി നൽകി. പ്രദേശത്തെ ലഹരി ഉപയോഗത്തിൽ SI കിരൺ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ മാസം മാത്രം 46 കേസുകളാണ് പിടിച്ചത്. നമുക്ക് പ്രതികരണങ്ങളൊന്ന് കേട്ടുവരാം. കഞ്ചാവും കള്ളും ബ്രൗണും അൻസും എല്ലാം 18 വയസ്സ് ആയ കുട്ടികളല്ലാതെ 15, 13 വയസ്സായ സുലഭമായിട്ട് നമ്മളെ നാട്ടിൽ പരസ്യമായിരുന്നു. ഇവിടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ അൻസ് വിട്ടിട്ട് ഓരോ അമ്മമാർ വിട്ടിട്ട് കുട്ടികൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് അൻസ് സ്കൂളിൽ വരെ വിതരണം ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. അതിനെക്കൊണ്ട് നമ്മൾ കിരൺ സാറ് വന്നതിനെക്കൊണ്ട് ഈ നാട് നിറയെ എത്രയോ മെച്ചാണ് ഇപ്പോൾ നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് ഇപ്പം അങ്ങനെ ഇല്ല കച്ചവടം. അത് കിരൺ സാറിനെ കൊണ്ട് കഴിഞ്ഞത് തന്നെയാണ് കേട്ടോ. പക്ഷേ കിരൺ സാറിന് ഈ ഭാഗത്ത് കിരൺ സാർ നല്ല ചെയ്താൽ ഈ ഭാഗത്ത് കിരൺ സാറിന് ചീത്താണ് വരുന്നത്. പക്ഷേ നമ്മളെ അമ്മമാരെ ഭാഗത്തൊന്നും ഈ പ്രദേശത്തു നിന്നൊന്നും അങ്ങനെ ഉണ്ടാവില്ല മൂപ്പർക്ക് വേണ്ടിയിട്ട്. നമ്മളെ നാട് ഇങ്ങനെ ആക്കി, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മളെ നാട് കാണില്ല. അവിടെ 4 കൂട്ടാൾ, അവിടെ 5 കൂട്ടം ചെക്കന്മാർ, എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇനി നമ്മളെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായത്. വിൽപ്പനോണ്ട് കഞ്ചാവ് അനിസൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ രാവിലെ വരുന്നതെന്ന് പറയാം, ബാഗ് അപ്പുറം കൊടുത്തിട്ട് ഇവിടുന്ന് വാങ്ങിയിട്ടാണ് പോക്ക്. അങ്ങനെ ഇവിടെ ഉള്ള കുട്ടികളല്ല അത് ഇതാക്കുന്നത്, പുറത്തുനിന്ന് വരികയാണ് ഇവിടുത്തെ കുട്ടികളല്ല. പക്ഷേ ഇവിടുത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടാവും, അത് അപ്പുറമുള്ള കുട്ടികൾ വാങ്ങി കൊടുത്തിട്ടായിരിക്കും. അത് കിരൺ സാറ് വന്നതിൻ്റെ ശേഷം തന്നെ മൂപ്പരെ വരുത്തും ഓടിക്കലും പിടിക്കലും അടി വർത്താനവും ചീത്തയൊക്കെ തിരുവനന്തപുരം ശൈലിയല്ല വരുത്. അതിൽ നല്ലോണം മൂപ്പര് നാടൊന്ന് കിടുകിട വിറപ്പിച്ചിരിക്കുന്നു മൂപ്പര്. പിന്നെ ഇവിടെയൊക്കെ മക്കൾ വന്ന് വാങ്ങലും കൊണ്ടുപോകലും ഒക്കെ ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തുള്ള കുട്ടികളല്ലെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് വാങ്ങിയിട്ട് ഓല് കൊണ്ടുപോകുക, എന്നിട്ട് മറ്റുള്ളവർ ഇങ്ങനെ പിന്നെ പൈസക്ക് വിറ്റിട്ട് കുട്ടികളെ ചീത്താക്കുക. കള്ളും കഞ്ചാവും ബ്രൗണും എല്ലാ ഇതും ഉണ്ട്. പിന്നെ നമുക്ക് പറയാം, നമ്മളെ മക്കൾ നന്നായിരിക്കണം. അപ്പോൾ ഈ കിരൺ സാറ് വന്നതിൻ്റെ ദിവസം നമുക്ക് അത്ര വലിയ ഒരിതില്ല, ഒരു സമാധാനം ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും നിൽക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കിരൺ സാറിൻ്റെ വണ്ടി വരുന്നതുകൊണ്ട് സാറിനെ പേടിച്ചിട്ട് ആൾക്കാർ ഓടിക്കഴിച്ചിലാവും. അതുകൊണ്ടാണ് ഇപ്പോൾ സാറ് വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു SI ഇതിൻ്റെ പന്നിയാങ്കര പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളർന്നു വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. VS സഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS സഞ്ജിത്ത്, 100 നാക്കാണല്ലോ കിരൺ സാറിനെ കുറിച്ച് പറയുമ്പോൾ. കിരൺ സാർ ആ നാട്ടുകാരുടെ ഒരു ഫാൻ ബോയ് ആയി തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ സംഭവം? കിരൺ നായരെ മാറ്റാനായിട്ട് സർക്കാരിന് വല്ല തീരുമാനമുണ്ടോ? കിരൺ കുമാർ കിരൺകുമാറിനെ മാറ്റാൻ വേണ്ടി രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹം 2 വർഷമായി പോലീസ് സ്റ്റേഷനിൽ, ഈ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലുണ്ട്. 3 വർഷമാണ് സാധാരണ SIമാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിൽക്കാൻ പറ്റുക. ആ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുള്ളത്. ഇതിനെതിരെയാണ് നാട്ടുകാർ, ഈ വിവരം അറിഞ്ഞ് നാട്ടുകാർ രംഗത്തെത്തുന്നു, IG-ക്ക് നിവേദനം കൊടുക്കുന്നു. മാത്രമല്ല, നമ്മൾ ചെന്ന് പ്രതികരണം തേടുമ്പോൾ 100 നാവാണ് നേരത്തെ അരുൺകുമാർ പറഞ്ഞ പോലെ തന്നെ കിരൺകുമാറിന് അനുകൂലമായിട്ട്. കാരണം ഈ പ്രദേശം, ആ ചാമുണ്ടി വളപ്പ്, പയ്യാനക്കൽ ഭാഗത്ത്, ചില ചക്കങ്കടവ് ഭാഗത്തൊക്കെ ധാരാളമായി പന്നിയങ്കര സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന തീരദേശ മേഖലയിലൊക്കെ ധാരാളമായി കഞ്ചാവ് കേസുകൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ മാസം മാത്രം 46 കേസുകൾ കിരൺ SI മാത്രം പിടിച്ചു. 56 കേസുകളാണ് പന്നിയങ്കര സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വലിയ മാറ്റമുണ്ടായി. അതുപോലെ മാനാരി, തിരുവണ്ണൂർ എന്നൊക്കെ പറയുന്നത് പന്നിയങ്കര സ്റ്റേഷൻ പരിധിയിലെ മറ്റു മേഖലകളാണ്. ആ മേഖലകളിൽ പരസ്യ മദ്യപാനം ഉൾപ്പെടെ വലിയ സംഘർഷങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറയ്ക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് റെസിഡൻസ് അസോസിയേഷനൊക്കെ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വിളിക്കുമ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങി ആരെയും വിട്ടുകൊടുക്കാറില്ല. അതാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ ചൊടിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അതേസമയം തന്നെ റെസിഡൻസ് അസോസിയേഷനുകളും വീട്ടമ്മമാരുമൊക്കെ ഈ ഗുഡ് സർവീസ് എൻട്രി കിട്ടിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തിന് അനുകൂലമായി വലിയ തോതിൽ അനുകൂലമായി രംഗത്തെത്തുന്നു. പരസ്യമായി തന്നെ അവർ രംഗത്തെത്താൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രഞ്ജിത്ത്, സമരം ചെയ്ത പാർട്ടിക്കാർ ഏത് പാർട്ടിയാണ്? വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ വിവിധ പാർട്ടികളുടെ ഒരു വിഭാഗം അദ്ദേഹത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു, എന്നാൽ മറ്റൊരു വിഭാഗം, അതിലെ പ്രാദേശിക ഘടകങ്ങൾ അദ്ദേഹത്തെ എതിർക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറയാത്തത്. പേര് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി പൂർണ്ണമായും എതിരാണെന്ന് വരും. അങ്ങനെയല്ല, ഈ പ്രാദേശികമായി തന്നെ അദ്ദേഹത്തെ ഭിന്നിപ്പുകൾ അക്കാര്യത്തിലുണ്ട്.
CPM-ന്റെ ഒരു വിഭാഗം ആളുകളുടെ സമരം ചെയ്തിരുന്നു. എന്നാൽ വലിയൊരു വിഭാഗം CPM-ന്റെ പ്രവർത്തകരും നേതാക്കന്മാരും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പ്രത്യേകിച്ച് പറയാത്തത്. എന്നാൽ CPM-ന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തുന്നു. വലിയൊരു വിഭാഗം അദ്ദേഹത്തെ അനുകൂലിച്ചും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ ഉപരോധമൊക്കെ പ്രാദേശികമായി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഓക്കെ, VS രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, SIയെ മാറ്റൂ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നിടത്ത് SIയെ മാറ്റരുത് എന്ന് പറയുന്ന ഒരു നാട്. ലക്ഷത്തിൽ ഒന്നേ കാണൂ ഇതുപോലൊരു ഐറ്റം എന്ന് പറയുന്നത്. ജയബാബു പറയുന്നു SIയെ മാറ്റുന്നില്ല എന്ന് പറയുന്നു. രാഷ്ട്രീയക്കാരുടെ ഉടായ്പ നടക്കാത്തതായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നു. SIയെ മാറ്റണമെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇതിലെന്താണ് എന്നുള്ളത്. അബ്ദുൽ മജീദ് നിയമം കർശനമാക്കണം, ഇത് വിൽക്കുന്ന കടകൾ സീൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നാട്ടിലെ ജനങ്ങൾക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഓഫീസർ കൃത്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ 3 വർഷമാണ് സമയപരിധി കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ സമയം ആ ഉദ്യോഗസ്ഥനെ അവിടെ അനുവദിക്കുക എന്നുള്ളതാണ് ന്യായം. രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് പ്രതികളെ വിടാൻ വേണ്ടിയല്ലല്ലോ പോലീസുകാർ അവിടെ ഇരിക്കുന്നത്. പോലീസിനെ സ്വതന്ത്രമാക്കി എന്നൊക്കെയാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ കിരൺകുമാറിനെ അവിടെ വൃത്തിയായി വെടിപ്പായി ജോലി ചെയ്യാൻ അനുവദിക്കുക, ആ നാടൊക്കെ ഒന്ന് ക്ലീൻ ആവും എന്നുള്ളതാണ്. അതല്ലാതെ ഏതെങ്കിലും പ്രാദേശിക ഈർക്കിലി നേതാക്കളുടെ അഭിപ്രായം കേട്ടിട്ട് കിരൺകുമാറിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയാൽ മുഖ്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് പോലെ പോലീസ് സേനയുടെ ആത്മവീര്യം മൊറയിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ആത്മവീര്യം നഷ്ടപ്പെടുത്താൻ വരുന്ന ഈർക്കിലി നേതാക്കന്മാരെ നാട്ടുകാരും ഒന്ന് അറിഞ്ഞു വെച്ചോണം. അവരൊക്കെ പിന്നീട് നാളെ വോട്ടും ചോദിച്ചു വരും. ആ പടി കിടക്കരുതെന്ന് പറഞ്ഞേക്കണം. അത് CPM ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, ഏത് പാർട്ടി ആണെങ്കിലും ശരി.